ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനം സെക്കൻഡ് പാർട്ട് ഒന്ന് വായിക്കാം. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്ത് പോന്നു. അതിൻ്റെ അതേ അധ്യായം തന്നെ 18-ാം വാക്യം. ഓക്കെ, 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നോക്കുക. ഈ വാക്യങ്ങളിലെല്ലാം ആവർത്തിച്ച് കാണുന്ന ഒരു പദപ്രയോഗം, അവൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. മിനിസ്റ്ററിങ് ബിഫോർ ദ ലോർഡ്. ഇൻ എഫക്റ്റ് യഹോവയ്ക്ക്, ദൈവത്തിന് താൻ ശുശ്രൂഷ ചെയ്തു പോന്നു. എന്തുകൊണ്ടാണ് ആ ഒരു പദപ്രയോഗം ആവർത്തിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ആ ഭാഗം നമ്മൾ മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ കാലഘട്ടം എന്നതുപോലെ ആ കാലഘട്ടവും യോജിച്ച ഒരു കാലഘട്ടം അല്ലായിരുന്നു. അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അന്നത്തെ പ്രശ്നം എന്തുവാ? അന്നത്തെ പ്രശ്നം അവിടെ യഹോവയുടെ വചനത്തിൻ്റെ ദൗർലഭ്യം ഒത്തിരി ഉണ്ടായിരുന്നു. ദർശനം ഇല്ലായിരുന്നു. അതാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദർശനം ഏറെയില്ലായിരുന്നു. വചനം വചനം ദർശനമില്ലാതിരുന്നത് എന്തുകൊണ്ടാ? നോക്കിയാ 1-ാം വാക്യം തന്നെ, 3-ന്റെ 1 തന്നെ ശ്രദ്ധിച്ചേ. ദുർലഭമായിരുന്നു. വായിച്ചോ? അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു സെമി കോളനാ, അല്ലേ? അപ്പോൾ ദർശനമില്ലാതിരുന്നത് എന്തുകൊണ്ടാ? വചനം ദുർലഭമായിരുന്നുകൊണ്ടാ. കേട്ടോ? ദൈവവചനത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടായിരുന്നത് കൊണ്ട് കാഴ്ചപ്പാടൊക്കെ വേറെ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രയാസകരമാകുന്ന അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയും 19 മുതൽ 25 വരെയും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ശമൂവേലിനെ കുറിച്ച് അല്പം ഒന്ന് പറഞ്ഞിട്ട് ആ കാലഘട്ടത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുവേൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത കാലഘട്ടം ഒരിക്കലും അനുകൂലമാകുന്നൊരു കാലഘട്ടമല്ലായിരുന്നു. ദർശനവുമില്ല, ദൈവവചനത്തിൻ്റെ ദൗർലഭ്യതയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ പഞ്ഞിനൂൽ അങ്കി ധരിച്ചുകൊണ്ട് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ പഞ്ഞിനൂലങ്കികൾ ധരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുക എന്നൊക്കെ പറയുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. പഞ്ഞിനൂലങ്കി ദൈവസന്നിധാനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ധരിക്കേണ്ട വസ്ത്രം. ആ വസ്ത്രം ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ദൈവസന്നിധാനത്തിലേക്ക് അവർ വരുമ്പോൾ ഒരു പ്രത്യേക പ്രമാണം കൊടുത്തിട്ടുണ്ട്. വിയർപ്പുണ്ടാക്കുന്ന ഒന്നും അവർ ധരിക്കരുത്. വേണമെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗമായതുകൊണ്ട് എസെക്കിയേലിൻ്റെ പ്രവചനം
അതിൻ്റെ 44-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് വായിക്കാമോ? എസെക്കിയേലിന്റെ പ്രവചനം. ക്ഷണവസ്ത്രം ധരിക്കണം. വായിച്ചു. വിയർപ്പുണ്ടാകുന്ന യാതൊന്നും അവര് ധരിക്കരുത്. ഈ വിയർപ്പുണ്ടായത് എങ്ങനെയാണെന്നറിയോ? വിയർപ്പുണ്ടായത് പാപം ചെയ്തപ്പോഴാണ് ഉണ്ടായത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞപ്പം നിലം അതിൻ്റെ ഫലം തരാതിരുന്നു. നിലം ശപിക്കപ്പെട്ടു. പിന്നെ നിലത്തു നിന്ന് വല്ല ഫലവും കിട്ടണമെങ്കിൽ ഇവൻ അത്യധ്വാനം ചെയ്യണം. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയെങ്കിൽ മാത്രമേ ഫലം കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ശ്രമവും പരിശ്രമവും അധ്വാനവും കൊണ്ടല്ല ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മുടെ യാതൊരു പുകഴ്ചയ്ക്കും നാം ചെയ്തതിനും നമ്മുടെ സ്വയം നീതിക്കും ഇതിനൊന്നും എവിടെ സ്ഥാനമില്ല? ദൈവസന്നിധാനത്തിൽ സ്ഥാനമില്ല. വിയർപ്പുണ്ടാക്കുന്ന ഒന്നും ധരിക്കാതെ യഹോവയ്ക്ക് അവൻ ശുശ്രൂഷ ചെയ്തു പോന്നു, യഹോവയെ സേവിച്ചു പോന്നു. നാം വായിക്കുന്ന ഒരു കാര്യം, നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, സകല ഭക്തന്മാരുടെയും അവരുടെ താല്പര്യവും വാഞ്ചയുമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അവർക്ക് കർത്താവിനെ സേവിക്കണം, കർത്താവിനെ സ്നേഹിക്കണം. ഇത് നമുക്ക് പറ്റിയേക്കുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കുറെ പേർക്ക് വേണ്ടി മാറ്റി വച്ചേക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയല്ല. നാം എല്ലാവരും ആരാ? രാജകീയ പുരോഹിത വർഗമാണ്. അപ്പൊ രാജകീയ പുരോഹിത വർഗമാകുന്ന നമ്മെക്കുറിച്ച് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ദൈവം ഡിമാൻഡ് ചെയ്യുന്നത്, ദൈവം ആവശ്യപ്പെടുന്നത് ഒന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കണം. നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ ഏത് സാഹചര്യത്തിലും ദൈവത്തെ സേവിപ്പാൻ, അവനെ ആരാധിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിന് പ്രസാദകരമാകുന്ന യാഗമാക്കുവാൻ കഴിയുന്ന ഒരു ഘടനയിലാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ തൻ്റെ സകല ശുശ്രൂഷകളെ കുറിച്ചും തനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. താൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ച് പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ ചെന്നിടത്തൊന്നും സുഖകരമാകുന്ന സാഹചര്യങ്ങളല്ലായിരുന്നു. യഹൂദന്മാരും ജാതികളും എന്ന് വേണ്ട, എല്ലാവരും എനിക്ക് ഒത്തിരി
ദോഷം ചെയ്യാനായിട്ട് ശ്രമിച്ചു. യഹൂദന്മാരാൽ എനിക്ക് എന്തുണ്ടായി? അവിടെ 20-ാം വാക്യം, 20:20 നോക്കുക. എനിക്ക് കഷ്ടങ്ങളുണ്ടായി. ഈ കഷ്ടങ്ങളോടുകൂടെ ഞാൻ എന്ത് ചെയ്തു? കർത്താവിനെ സേവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ സേവിച്ചെന്നായിരിക്കണം. അതല്ലേ യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പൗലോസ് റോമർ 1:10 ഇതേ കാര്യം തന്നെ താൻ പറയുന്നുണ്ട്. അവിടെ ആരാധന എന്ന വാക്ക് തന്നെ അതാണ് ഉപയോഗിച്ചേക്കുന്നത്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ സെർവ് എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. റോമർ 1:10 എടുത്തൊന്ന് വായിക്കാമോ? എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ. ഒന്ന് നിർത്തി സ്ഫുടതയോടൊന്ന് വായിച്ചേ. ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പോൾ പൗലോസിന്റെ ചിന്തയിൽ ഞാൻ ദൈവത്തെ സേവിക്കുന്നത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്, എൻ്റെ ആത്മാവിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണ്. അത് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണം. എൻ്റെ പ്രിയരെ, ഇതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്, ജീവിതം ആരാധനയാകുന്നില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ജീവിതം ആരാധനയാകുക, ജീവിതം ദൈവസേവയാകുക, ജീവിതം പടചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് വരിക. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, താൻ യഹോവയ്ക്ക് മുൻപാകെ ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഞാൻ വണ്ടർ ചെയ്തു. പഴയ നിയമകാലത്ത് ശമൂവേൽ യഹോവയ്ക്ക് മുൻപാകെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോന്നു എന്ന് പറയുമ്പോൾ അത് ശീലോവിലെ തിരുനിവാസത്തിങ്കൽ യഹോവയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ആ പെട്ടകത്തിന്റെ മുൻപാകെയാണ് ശമൂവേൽ യഹോവയ്ക്ക് മുൻപാകെ ശുശ്രൂഷ ചെയ്തു പോകുന്നത്. എന്നാൽ ശമൂവേലിന്റെ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പം നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. ഈ പെട്ടകം ആര് പിടിച്ചോണ്ട് പോയി? ഫെലിസ്ത്യർ കൊണ്ടുപോയി. ഫെലിസ്ത്യർ കൊണ്ടുപോയി. 20 വർഷങ്ങൾ ഈ പെട്ടകത്തിന് വേണ്ട പ്രാധാന്യം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ലഭിക്കാതെ ഇരുന്ന വർഷങ്ങളാണ്. പക്ഷെങ്കിൽ ഈ 20 വർഷങ്ങളും ആ പെട്ടകത്തിന്റെ അക്ഷരീക സാന്നിധ്യം ഇല്ലാതിരുന്ന സന്ദർഭത്തിലൂടെ സാമുവേൽ ആർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നെന്നറിയാമോ? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം ബാഹ്യമാകുന്ന യാതൊന്നുമില്ലാതെ ഇരിക്കുമ്പോഴും ഒരു ഭക്തന്, ഒരു വിശുദ്ധന് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ കഴിയും. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നറിയാമോ? അതിനൊരു തെളിവൂടെ നിങ്ങളുടെ മുൻപാകെ വെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. പെട്ടെന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ചതാകുന്ന എസെക്കിയേലിന്റെ പ്രവചനം 44-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. എസെക്കിയേലിന്റെ പ്രവചനം 44-15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. നോക്കുക, ഇവിടെ എല്ലാവരും ഒരു ലാർജ് സ്കെയിൽ ബാക്ക് സ്ലൈഡിങ്,
ഇസ്രായേൽ മക്കൾ എല്ലാവരും എന്നെ എന്ത് ചെയ്തു? വിട്ടു തെറ്റിപ്പോയി. എന്നാൽ ചിലരെന്ത് ചെയ്തു? എനിക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ എനിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് അവരെന്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു? കടന്നു വന്നു. അപ്പൊ ദൈവത്തിന് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാകണമെങ്കിൽ നാം എപ്പോഴും ദൈവിക സാമീപ്യത്തിൽ ജീവിക്കുന്നവരാകണം. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകിയപ്പെട്ടവരുമായി പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവനോട് അടുത്തിരുന്ന് അവന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മളോട് പറയും എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഇതാ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ ഇതേ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ, അന്ത്യോക്യയിലെ സഭയിൽ ചില പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ബർന്നബാസ് ഉണ്ടായിരുന്നു. ഓക്കെ, വായിച്ചേ. ആ ആ ആ ശൗൽ എന്ന പ്രവാചകനും ഓക്കെ എന്നീ പ്രവാചകന്മാരും ഓക്കെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. അവിടെ ആരും ഉണ്ടായിരുന്നു? പ്രവാചകന്മാരും ഉണ്ടായിരുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. ഈ പ്രവാചകന്മാരുണ്ടായിരുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്താ സംഭവിച്ചത്? അവിടെ ക്ഷുദ്രപ്രയോഗം കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്റെ അമ്മായിയപ്പൻ നിനക്കെതിരെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ബന്ധനം നമ്മൾ അഴിക്കണം. ഈ പരിപാടിയാണോ അവിടെ നടന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. അതാണോ അവിടെ നടന്നത്? അവിടെ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിക്കുകയും ഉപവസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പം അവിടെ കർത്താവ് എന്നോ പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുകയാണ്, നിങ്ങൾ എന്നെ സേർവ് ചെയ്യുകയാണ്, ഞാൻ നിങ്ങളുടെ യജമാനനാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ യജമാനനല്ലേ, ഞാൻ പറയാം എന്നാ ചെയ്യേണ്ടത്. കർത്താവ് എന്നോ പറഞ്ഞു, ബർന്നബാസിനെയും എൻ്റെ പ്രിയരെ, സ്വർഗീയമാകുന്ന ആത്മീകമാകുന്ന ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കുതകുന്ന നല്ല പ്രവചനങ്ങൾ ഉണ്ടാകട്ടെ. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ശക്തമായിട്ട് ഈ കാര്യം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കർത്താവിങ്കലേക്ക് എന്നെ അടുപ്പിക്കുന്ന എൻ്റെ പൊന്നു കർത്താവിനെ സേവിപ്പാൻ എന്നെ പ്രേരിപ്പിക്കുന്ന അല്ലാതെ പലരും വന്ന് പറയുന്നേ, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അങ്ങ് പറയാം. ദൈവത്തിൻ്റെ വലിയ കാരുണ്യയാൽ അത് ഞാൻ അങ്ങനെ കരുതിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. 3-ാം മാസം 7 രാജ്യങ്ങളിൽ നിന്നെ അയക്കാൻ പോകുകയാണ്. പിന്നൊരു വിദ്വാൻ വന്ന്
പറഞ്ഞു, ഞാൻ കണ്ടല്ലോ പാസ്റ്റർ ഒരു സൂട്ടൊക്കെ ഇട്ട് ഒരു ട്രോളി ബാഗൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. പിറ്റേ വർഷം ആ ചങ്ങാതി അവിടെ വന്നു. അയ്യോ പോയില്ലേ? ഞാൻ ചോദിച്ചു, എവിടെ പോയെന്നായി പറയുന്നേ? നോക്കണം എൻ്റെ പ്രിയരെ, ഇതല്ല പ്രവചനം, ഇതല്ല പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ച വേലയ്ക്ക്, എൻ്റെ വേല, എൻ്റെ വേല. പ്രവചനം തന്നേക്കുന്നത് എന്തിനാ? എൻ്റെ വേല ചെയ്യാൻ. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കും ശാഠ്യത്തിനും ദ്വന്ദ്വപക്ഷത്തിനും ഉതകുന്നത് തരാനല്ല പ്രവചനം തന്നേക്കുന്നത്. പ്രവചനം തന്നേക്കുന്നത് എൻ്റെ വേല ചെയ്യ്, എന്നെ സേവിക്ക്, എൻ്റെ കാര്യം അന്വേഷിക്ക്, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങ്. പ്രിയമുള്ളവരെ, കർത്താവിനെ സേവിക്കുന്നുവെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അടുത്തു വരുന്നവരാ. അടുത്തു വന്ന് ആ തിരുസന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് തിരുവായി മൊഴി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കാതുകൂർപ്പിച്ചിരുന്ന് ആ തിരുമേനിയുടെ വാക്ക് കേട്ട് ആ തൃപ്പാദ പീഠങ്ങളിൽ നമസ്കരിച്ച് അവനെ സേവിക്കുന്ന ജീവിതമാണ് ദൈവം ദൈവജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുക, എനിക്ക് ശുശ്രൂഷ ചെയ്യുക. എല്ലാ വിശുദ്ധന്മാരും ഇത് തന്നെയാ പറഞ്ഞത്. അതുകൊണ്ടാ പഴയകാലത്തെ ഭക്തന്മാര് പാടുമ്പോഴേ, എനിക്ക് ഒത്തിരി പാട്ട് പാടണമെന്ന് താല്പര്യമുണ്ടെങ്കിലും പാടുന്നില്ല. പൊന്നുപാദ സേവയെന്നിയേ പരനേ എനിക്ക്, അതിൻ്റെ ബാക്കി ഞാൻ മറന്നുപോയി. മണ്ണിലില്ല സൗഖ്യം, അല്ലേ? അങ്ങനല്ലേ? എന്നവിടെ വന്നു ചേരും ഞാൻ മമകാന്തനെ. അതിനകത്തെ അടികള്, നിന്റെ പാദസേവയും നിന്നെ സേവിക്കുന്നതും അല്ലാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എൻ്റെ പ്രിയരെ, ഞാനിത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചിന്തിക്കരുത്, നമ്മുടെ പൊന്നു കർത്താവ്, നമ്മുടെ സോവറിൻ, നമ്മുടെ പരമാധികാരി നമുക്ക് വേണ്ടി വിചാരപ്പെടാനും നമ്മളെ നടത്താനും നമ്മുടെ ഭാരങ്ങളെ വഹിക്കാനും എല്ലാം നമ്മെ അവിടുന്ന് അതിശയകരമായി നമ്മെ പോഷിപ്പിച്ച് നടത്താനും എല്ലാം അവിടുന്ന് വിചാരപ്പെടുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഇതിനെക്കുറിച്ച് വിചാരപ്പെട്ട് നമ്മുടെ മനസ്സ് കലക്കുന്നത്? നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങ് നമ്മുടെ കർത്താവിനെ സേവിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഇന്നാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയരെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞതാകുന്ന ഒരു മനോഹരമാകുന്ന ഉപമയുണ്ട്. ഞാൻ പലപ്പോഴും അത് വായിക്കുമ്പോൾ പണ്ടൊക്കെ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, എന്നായി പറയുന്നതെന്ന്. പിന്നീട് ഈ ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഇത് തമ്മിൽ ഘടിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാന്ന്. പെട്ടെന്നൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകയും അങ്ങനെയുള്ള ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അതിന്റെ താഴോട്ട് വായിച്ചു. നോക്കുക, നമ്മൾ ആരാ മനസ്സിലാക്കണം. ആരാ നമ്മൾ പലപ്പോഴും ദൈവത്തെ ഒബ്ലൈസ്ഡ് ആക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ എഫേർട്ട് കൊണ്ട് കർത്താവ് ആദ്യമേ പറഞ്ഞു വിയർപ്പുണ്ടാകുന്ന ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. കാരണം നിന്റെ പ്രയത്നം കൊണ്ട് ഇവിടെ എന്തെങ്കിലും നേടിയെടുക്കാമെന്ന ചിന്തയുണ്ട്, അതങ്ങ് മാറ്റിവെക്ക.
വിയർപ്പുണ്ടാകുന്ന ഒന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനെന്നറിയാമോ? നമ്മൾ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, ഉടനെ യജമാനൻ വന്നെന്തോ ചെയ്യും. അങ്ങനല്ല. അധ്വാനിച്ചു വരുമ്പോഴും പിന്നെയും ദാസന്റെ ചിന്ത എന്തുവാ? യജമാനന്റെ സംതൃപ്തി ആ ദാസന്റെ ചിന്ത. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, നമ്മുടെ ഈ ലോകത്തിലെ സംതൃപ്തി അല്ല നമുക്ക് വലുത്. നമ്മുടെ കർത്താവ് സംതൃപ്തനായോ എന്നുള്ളതാ വലുത്. നമ്മുടെ നാഥൻ, നമ്മുടെ പിതാവ്, നമ്മുടെ ഉടയവൻ, നമ്മുടെ സർവശക്തനാകുന്ന നമ്മുടെ പൊന്നു കർത്താവ് പ്രസാദിച്ചോ? അവന് തൃപ്തി വന്നോ എൻ്റെ ജീവിതം കൊണ്ട്? അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചേക്കുന്നത്, യഹോവയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഒരു കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാം വാക്യം പെട്ടെന്ന് എടുത്ത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. വളരെ പെട്ടെന്ന് എടുത്ത് വായിക്കാം, ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ, അപ്പൊ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവന്റെ ലക്ഷണം എന്തുവാ? അവൻ കർത്താവിൻ്റെ കാൽപ്പാടുകളെ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ പിൻചെല്ലുകയാണ്. കർത്താവിനെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. കർത്താവ് അത് വളരെ വ്യക്തമാക്കി. മോളിൽ പറഞ്ഞിട്ടുണ്ട്, ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തു എങ്കിലോ. അങ്ങനെയെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യൻ, കർത്താവ് എങ്ങോട്ട് പോയോ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ പോയത് ക്രൂശ് എടുത്തോണ്ട് ഗോൽഗോഥായിലോട്ടാ പോയെങ്കിൽ ശിഷ്യന്റെയും വഴി വേറേതല്ല. ശിഷ്യന്റെയും വഴി യജമാനന്റെ പിന്നാലെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. മനസ്സിലൊന്ന് സങ്കല്പിക്കണം, നമ്മുടെ കർത്താവ് മുന്നേ പോകുന്നു, നമ്മളെല്ലാം അവൻ്റെ പുറകെ പോകുന്നു. എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല. അതിൻ്റെ അന്തമെന്നറിയാമോ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവന് വായിച്ചേ, ആഹാ, ഞാൻ ഇരിക്കുന്നിടത്ത് വേറെ ഏതെങ്കിലും യജമാനന്മാർ അങ്ങനെ ചെയ്യുമോ? എന്നാൽ നമ്മുടെ യജമാനന്റെ സവിശേഷത എന്താണെന്നറിയാമോ? നമ്മുടെ യജമാനൻ താൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുമെന്നുള്ളതാണ്. താൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തും. ഇതിൽ കൂടുതൽ ഒരു ഭാഗ്യം വേണോ? ജീവിതം മുഴുവൻ ദൈവത്തെ സേവിപ്പാൻ, ശുശ്രൂഷിപ്പാൻ നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെച്ചാൽ അതിൻ്റെ അന്തമെന്നുള്ളത് നമ്മുടെ പൊന്ന് കർത്താവ് ഇരിക്കുന്നിടത്ത് തന്നെ നമ്മളെ എന്ത് ചെയ്യും? ഇരുത്തും. എന്നിട്ട് അടുത്ത വാക്കെന്താണെന്നറിയാമോ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് മാനിക്കും. ലോകത്താലുള്ള മാനമല്ല, എൻ്റെ പിതാവ് മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് അറിയപ്പെടാത്തവരെങ്കിലും വാസ്തവമായിട്ടും ദൈവസന്നിധാനത്തിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവളെ പിതാവ് മാനിക്കുന്ന, നമ്മുടെ പൊന്നു കർത്താവിൻ്റെ ഒപ്പം ഇരുത്തുന്ന ഒരു ദിവസം വരാൻ പോകുക. പ്രിയമുള്ളവരെ, അതൊന്നോർക്കാമെങ്കിൽ ഈ ലോകത്തിലെ എന്താ വലുത്? നമ്മുടെ പൊന്നു കർത്താവിനൊപ്പം നമ്മൾ ഇരിക്കും. അവന് ശുശ്രൂഷ ചെയ്താൽ പിതാവ് ഒരു ദിവസം നമ്മളെ മാനിക്കും. അതുകൊണ്ടാണ് പഴയ കാലത്തെ ഭക്തന്മാർ പാടിയത്, നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെ മാനിക്കുവാനായി. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെ മാനിക്കുവാനായി. തരുമോ ഓരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാൽ. തരുമോ ഓരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാൽ.
സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിടുമേ. വീണകെ ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് കേട്ടതാകുന്ന തിരുവചനത്തിൻ്റെ മുൻപാകെ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്ന് ആ സത്യത്തിൽ നമ്മളെ നിലനിർത്തുവാൻ, നമ്മുടെ പൊന്നു കർത്താവിനെ സേവിപ്പാൻ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടതിനായി ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിക്കാം.